ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വീട്ടിലുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തിട്ട് അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ പച്ചക്കറിയൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ എല്ലാ പച്ചക്കറിയും എടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളരിക്ക ഒരു കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പച്ചപ്പയർ, ക്യാരറ്റ്, ബീൻസ്, പാവയ്ക്ക, ഒരു കഷ്ണം പാവയ്ക്ക, പിന്നെ 2-3 പച്ചമുളക്, ഒരു മുരിങ്ങാക്കോല്. ഇത്രയും സാധനമാണ് ഞാൻ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും, പിന്നെ നമ്മുടെ പച്ചക്കറി വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പിനുള്ളത് റെഡിയാക്കി എടുക്കാം. ആവശ്യത്തിന് തേങ്ങയും ചെറിയുള്ളി, വെളുത്തുള്ളി ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പം മഞ്ഞളും ജീരകവും നമുക്ക് പുളിക്ക് ആവശ്യമായ തൈരും ചേർത്ത് അരച്ചെടുക്കാം. ഞാൻ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ തേങ്ങ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളമില്ലാതെ അരച്ചെടുക്കണം കേട്ടോ തേങ്ങ. ഇനി നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം തിളക്കാൻ നിൽക്കണ്ട കേട്ടോ. ചെറിയ തിള വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അടിപൊളി ടേസ്റ്റാട്ടോ.